എളിയവർ നിൻ മക്കൾക്ക് ഈ ലോകമേതും അനുകൂലമല്ലല്ലോ നാഥാ. എളിയവർ നിൻ മക്കൾക്ക് ഈ ലോകമേതും അനുകൂലമല്ലല്ലോ നാഥാ. വലിയവനാം നീ അനുകൂലമാണ്, ബലവും മഹിമയും നീ താൻ. വലിയവനാം നീ അനുകൂലമാണ്, ബലവും മഹിമയും നീ താൻ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലൻ പ്രിയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിനം രാവിലെ ദൈവസന്നിധിയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ഇത്രയും സമയം നമ്മൾ പാട്ടുപാടുവാനും ചില ചിന്തകൾ ചിന്തിപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. നമ്മൾ ചിന്തിക്കുന്ന ദൈവിക ചിന്തകൾ ഹൃദയത്തിൽ നിന്നും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. അത് ശത്രു എടുത്തു കളയരുത്. സ്തോത്രം. ശത്രുവിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ദൈവിക ചിന്തകൾ ഹൃദയത്തിലുള്ളതാണ് അവന്റെ പ്രശ്നം. ആ ചിന്തകളെ എടുത്തു കളയാനാണ് അവനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടുപോകരുത്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. മതി. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ സമയമാണ് ഇത്. ലൂക്കോസ് വളരെ കൃത്യതയോടുകൂടെ പരിശോധന നടത്തി രേഖപ്പെടുത്തിയ തിരുവചനങ്ങളാണ് ഈ വചനഭാഗങ്ങൾ. ചരിത്രം പറയുന്നത് ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഏതായാലും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്തതായ പ്രവർത്തികളുടെ വിശുദ്ധമായ ഒരു വിവരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ആ തിരുവചന ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ അല്പസമയം നമ്മൾ ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഒരു തടാകത്തിന്റെ കരയിലാണ് കർത്താവ് നിൽക്കുന്നത്. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 പടക് കരയിൽ അടുപ്പിച്ചിട്ട് വല കഴുകുന്ന ചില സഹോദരന്മാർ. സ്തോത്രം. നമ്മൾ ആ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും, സെബദി മക്കളും പത്രോസുമാണ് അതിലെ കഥാപാത്രങ്ങൾ. പക്ഷെ സെബദി മക്കൾ അവിടെ സൈലന്റ് ആണ്. ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ശീമോൻ പത്രോസാണ്. സ്തോത്രം. ആമേൻ. അപ്പോൾ അവന്റെ പടകിൽ അനുവാദമില്ലാതെയാണ് കർത്താവ് കയറിയത്. അനുവാദം ചോദിച്ചതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. നമ്മളായിരുന്നു എങ്കിൽ അനുവാദമില്ലാതെ നമ്മുടെ പടകിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ
നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? വെറുതെ ഇത് ചിന്തിച്ചു പോയിട്ട് കാര്യമില്ല. പത്രോസ് എടുത്തുചാട്ടക്കാരനാണെന്നൊക്കെ നമ്മൾ പറയും വാദം വരാതെ. പക്ഷെ പത്രോസ് ചെയ്ത കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ നമ്മുടെ പടകിൽ അനുവാദം ചോദിക്കാതെ ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കയ്യിലൊന്നും ഇല്ലാത്തതിന്റെ നിരാശയും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ മേത്ത് തീർക്കും. ടകടകയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? സ്വതന്ത്രം. കരയിൽ നിന്ന് അല്പം നീക്കണം. ഇത് എത്ര നേരം ഇരിക്കും എന്നുള്ളത്, ഈ കക്ഷി എത്ര നേരം ഇതിനകത്ത് കയറി ഇരിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ നാറുന്ന പടകിനകത്ത് കയറി ഇരിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അതാ വലിയ കാര്യം. മീൻ പിടിക്കുന്ന പടകല്ലേ, അത് നല്ല നാട്ടം കാണും. അതിനോട് ചേർത്ത് ഇങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി. നാറി കിടന്നിരുന്ന നമ്മെ വീണ്ടെടുക്കാൻ ദൈവത്തിന് എന്ത് ചെയ്തു? പ്രസാദം തോന്നി. സ്തോത്രം. കഴുകിയെന്ന് വെടിപ്പാക്കി. ആ പുത്രന്റെ ചോരയാല് കഴുകി വെടിപ്പാക്കി. ഒരൊന്നൊന്നര കഴുകലായിരുന്നു അത്. സ്തോത്രം. ഏതൊക്കെ നിലയിൽ നാറിക്കൊണ്ട് കിടന്നതെന്ന് നമ്മൾ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ മതി. പൗലോസ് പറയുന്നത് പോലെ അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ലജ്ജ തോന്നും. ഒന്ന് ഓർത്ത് കഴിഞ്ഞ് തിരിഞ്ഞൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലജ്ജ തോന്നും. ആ പ്രവർത്തിക്കുകയാണ് പ്രവർത്തിച്ചത്. ഇപ്പൊ ലജ്ജ തോന്നുന്നുണ്ട്. തോന്നിട്ട് കാര്യമൊന്നുമില്ല, ചെയ്തതല്ലേ. സ്തോത്രം. ദാവീദ് പറയുന്നത് എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്. അവൻ പറയുന്നത് എപ്പോഴും എന്റെ മുന്നിലുണ്ട്, എന്നാലും നീ ഒന്ന് കഴുകി വെടുപ്പാക്കണം, നന്നായി കഴുകണം. സ്തോത്രം. എന്നിട്ട് നിന്റെ ആത്മാവിനെ, സ്ഥിരമായ ആത്മാവിനെ എന്നിലേക്ക് ആക്കി തരണം. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് എന്നെ കഴുകി വെടിപ്പാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണം. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആയിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പടകിനകത്ത് ഇപ്പൊ പത്രോസ് ക്രിസ്തു തനിക്ക് വേണ്ടി വിളിച്ച ശിഷ്യനല്ല, ശിഷ്യനായിട്ടില്ല. ആകുന്നതിന് മുൻപ് ദൈവം അവന്റെ പടകിൽ, കർത്താവ് അവന്റെ പടകിൽ കയറിയിരുന്ന കരയിൽ നിന്ന് അല്പം നീക്കാൻ പറഞ്ഞു. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ കരയിൽ നിന്ന് ഒരു തടാകമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ആട്ടമടച്ചിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പടക് കരയിൽ നിന്ന് അല്പം നീക്കി ഇവൻ വെള്ളത്തെ ഇറങ്ങി പിടിച്ചോണ്ട് നിന്നോ അതോ തുഴഞ്ഞോണ്ട് നിന്നോ അത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കര വിട്ട് പോകാതിരിക്കാൻ അവൻ പാടുകുറെ പെട്ട് കാണും. കാരണം അത് മണിക്കൂറുകൾ എടുത്ത് കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവല്ലേ കയറിയിരിക്കുന്നത്. സമയം ജനത്തോടത് വചനം പറയുന്ന സമയം ഇന്ന സമയമൊന്നും ഇല്ലല്ലോ, ശരിക്ക് പറഞ്ഞു കാണും. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. പുരുഷാരത്തെ ഉപദേശിച്ചു. ഇനി 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. സ്തോത്രം. സംസാരിച്ച് തീർന്നപ്പോൾ, ഇവിടെ ഈ തിരുവചനത്തോട് നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടത്, വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഇവൻ സഹിഷ്ണുതയോടുകൂടെ കർത്താവ് പറയുന്ന വചനങ്ങൾ കേട്ട് അവൻ എന്ത് ചെയ്തു? ഈ പടക് വെള്ളത്തിലേക്ക് നീങ്ങിപ്പോകാതെ സൂക്ഷിച്ചു നിന്നു. ക്ഷമയോടെ കാത്തു നിൽക്കാൻ ദൈവം അവന് പകർന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യുക. അപ്പൊ ക്ഷമ ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് കുറവാണല്ലോ.
സ്തോത്രം. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ്. ഇപ്പൊ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, കാര്യം നടക്കണം. അതാണ് ഇപ്പോഴത്തെ ചിന്ത. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാൽ ദൈവമായുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യും? ദൈവം ചില ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ നമ്മൾ മൂക്കുകുത്തി വീഴരുത്. അവിടെ ജയാളിയാകുവാൻ കഴിയണം. ഞാൻ മനസ്സിലാക്കുന്നത് പത്രോസിനോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ ടെസ്റ്റ് ആയിരുന്നു അവന്റെ ആദ്യത്തെ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ അവൻ പാസ്സായി. എഴുതിയാട്ടക്കാരനാണെങ്കിലും ആദ്യത്തെ ടെസ്റ്റില് പാസ്സായി. ഹൃദയത്തിനകത്ത് അവനൊരു തീരുമാനമെടുത്ത് സഹിഷ്ണുതയോടുകൂടെ കർത്താവ് പറയുന്നത് കേട്ടിരുന്നു. അവൻ ഒരു കാര്യം മനസ്സിലായി, ഇവൻ ദൈവപുത്രനാണ്. ആ ഒരു തിരിച്ചറിവ് ദൈവം അവന് നൽകി. അത് ദൈവം തന്നെ നൽകിയതാ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രന്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല. ആ വെളിപ്പാട് അവന് കിട്ടി എന്ന് വേണം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വെളിപ്പാടിന് അവൻ ഉടമയായി തീർന്നു. സ്തോത്രം. പഠിപ്പില്ലാത്തവനാണ് സംഭവം, നാറുന്ന പടം കൊണ്ട് നടക്കുന്നവനാണ്, അതൊക്കെ സത്യമാണ്. പക്ഷേ അവന് ദൈവമായി ഒരു ബന്ധം പുലർത്തുവാനുള്ള ഒരു ആത്മ കണ്ണുണ്ടായിരുന്നു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ മിടുക്കൊന്നും ദൈവത്തിന്റെ മുൻപാകെ വില പോകില്ല. അത് ലോകരുടെ മുൻപിൽ എന്ത് ചെയ്യുള്ളൂ? അത് വില പോകുള്ളൂ. ദൈവം ബോക്ഷത്വമായത് തെരഞ്ഞെടുത്തത് ഒരു ജഡവും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്. സണ്ണി വർഗീസ് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ മിടുക്കുകൊണ്ട് അവിടെ നിൽക്കുന്നെന്ന് പറയരുതെന്ന്. കൃപയാൽ നിൽക്കുന്നു. എവിടെ കിടന്നേ? അത് നാശകരമായ കുഴഞ്ഞ ചേറ്റില്. പറയാൻ പറ്റുമോ? പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടും. ആ കുടഞ്ഞ ചേറാ. ദാവീദ് പറയുന്നത് ചെയ്ത പാപം മുഴുവൻ എന്റെ മുന്നിലായിരിക്കുന്നത്. സ്തോത്രം. പറയാൻ പറ്റുമോ? പറ്റില്ല. സ്തോത്രം. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ചൊരിയപ്പെട്ടു എന്നതുപോലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ അടുക്കലേക്കും ആ സ്നേഹത്തിന്റെ കരം ഹല്ലേലൂയ നീട്ടപ്പെട്ടത് കൊണ്ട്, ആ ബലമുള്ള കരങ്ങൾ കൊണ്ട് നമ്മെ പിടിച്ച് ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയത് കൊണ്ട് ദൈവമേ നീ നിന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്. അപ്പൊ വചനം പറഞ്ഞ ദൈവത്തിന് അവന്റെ ശൂന്യത അറിയാമായിരുന്നു. അപ്പം ദൈവവചനം നമ്മോട് ഇടപെടുമ്പോൾ ദൈവം നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞിട്ടാണ് ദൈവവചനം നമ്മോട് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യരുത്? മുഷ്ക് കാണിക്കരുത്. കാര്യം പറയാം, കുഴപ്പമൊന്നുമില്ല. അവിടെ പറയുന്നുണ്ട് അവൻ. അതിന് ശീമോൻ നാദാ, ഞങ്ങൾ, അവൻ ഒറ്റയ്ക്കല്ല, 70 മക്കളും കൂടെ ഉണ്ട്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഉള്ളതുപോലെ എന്ന് പറഞ്ഞു. ഒളിച്ചൊന്നും വെച്ചില്ല. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിനുള്ളതുപോലെ എന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. അടുത്ത പദമാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്. സ്തോത്രം. ഇവിടെയാണ് നമ്മൾ കുത്തിട്ട് നിൽക്കേണ്ടത്. ദൈവാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ, ദൈവാത്മാവ് നിന്നോടൊരു കാര്യം പറയുമ്പോൾ, ആ ദൈവ ശബ്ദത്തിന്റെ മുന്നിൽ, ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ നീ സമർപ്പിക്കാൻ തയ്യാറായാൽ അവസ്ഥകൾക്ക് മാറ്റം നൽകുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം വ്യാപരിക്കുകയാണ്. ആമേൻ. ഇവിടെ ഒന്ന് ചിന്തിക്കണം. ദൈവം കർത്താവ് പറഞ്ഞു, അനുസരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചതാ. നിങ്ങളെക്കാളും നന്നായി എനിക്ക് കാര്യമൊക്കെ അറിയാം.
ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചത്. രാത്രിയാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. പകല് പോയോ ഒരു ഊത്തപ്പൊടി പോലും കിട്ടൂല. ഇനി പകല് പണിയെടുക്കാൻ പറയാ വിവരമില്ലാത്ത ആള്. ആര് പറഞ്ഞില്ല? പത്രോസ്, എങ്കിലും നിന്റെ വാക്കിന്. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആവശ്യം. നിന്റെ ബുദ്ധി കൊണ്ടുള്ള ചിന്തകളെ മാറ്റി, നിന്റെ കണക്കുകൂട്ടൽ മാറ്റി, ദൈവാത്മാവ് നിന്നോട് പറയുന്നത്, ദൈവ ശബ്ദം കേൾക്കുന്നത് അനുസരിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവസ്ഥകൾക്ക് വ്യതിയാനം തരുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അരുളി ചെയ്തവൻ മതിയായവനാണ്. സ്തോത്രം. ആമേൻ. അവിടെ അതിശയിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ അങ്ങനെ ചെയ്തപ്പോൾ, എങ്ങനെ ചെയ്തപ്പോൾ? പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ, അതുപോലെ അനുസരിച്ചപ്പോൾ. ഹല്ലേലൂയ. ചിന്തകൾക്ക് വ്യത്യസ്തമായി, അവസ്ഥകൾക്ക് വ്യത്യസ്തമായി പ്രവൃത്തി വെളിപ്പെടുത്തുന്ന എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം. അതാരാ ചെയ്തേ? പത്രോസും കൂടെയുള്ളവരും. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അത് എന്നാ പരിപാടിയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏതവസ്ഥകളുടെ പേരും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനാ. ഇവിടെ ഒന്ന് ചിന്തിച്ചേ. പത്രോസിന് പലതും പറയാനുണ്ട് കർത്താവിനോട്. താങ്കളെക്കാളും നന്നായി ഈ തടാകത്തെ കുറിച്ച് ആർക്കറിയാം? ജനിച്ച നാൾ മുതൽ ഇവിടെ ഞാൻ പരസിക്കൊണ്ട് നടക്കുന്നതാണ്. താങ്കൾ ഇപ്പൊ വന്നതല്ലേ? ഈ തടാകത്തിന്റെ മുൻപിൽ ഇപ്പോഴല്ലേ താങ്കൾ വന്നേ? ഞാൻ ജനിച്ച നാൾ മുതൽ നടക്കുന്നതാ. ഇതിന്റെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. ഇതൊന്നും അവൻ വിവരിച്ചില്ല, ഇതൊന്നും അവൻ പറഞ്ഞില്ല. നീ പറഞ്ഞ വാക്കിന്, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്നുള്ള ഒരു സമർപ്പണം. ദൈവ പൈതലേ, നമ്മുടെ അറിവല്ല പ്രധാനം, നമ്മുടെ അറിവ് വട്ടപൂജ്യമാണ്. ദൈവാത്മാവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടാകണം. ആമേൻ. അത്ഭുതങ്ങളുടെ അടയാളമായിട്ട് കാനാവിലെ കല്യാണ വീട്ടിൽ യേശുക്രിസ്തുവും ശിഷ്യന്മാരും അമ്മയും നിലകൊള്ളുകയാണ്. അമ്മ വീടിന്റെ അവസ്ഥ അറിഞ്ഞപ്പം കർത്താവിനോട് ചെന്ന് പറഞ്ഞു, മോനെ അവിടെ വീഞ്ഞില്ലടാ എന്ന് ശാന്തമായിട്ട് അമ്മ എന്ത് ചെയ്തു? ഒരു മയമില്ലാതെ അവിടെ കർത്താവ് പറയുന്നത്, സ്ത്രീയെ, അമ്മ എന്നുള്ള അഭിസംബോധന പോലും ചെയ്യുന്നില്ല, സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിലെന്താ എന്ന് പറഞ്ഞ ഈ കാര്യത്തില് വക്കാലത്തും കൊണ്ടുവരാൻ നീ ആരാണെന്ന് ചോദിക്കുന്നത്? നിന്റെ വക്കാലത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ പറയുന്നേ. സ്തോത്ര. ഹല്ലേലൂയ. അടുത്ത പദം പറയുന്നുണ്ട്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നോട് പറഞ്ഞിട്ടില്ലെന്ന്. നാട്ടുകാർ മൊത്തം പറഞ്ഞു, വീട്ടുകാർ മൊത്തം പറഞ്ഞു. പക്ഷെ വിഷയമായിട്ട് ഉടമസ്ഥൻ എന്ത് ചെയ്തില്ല? എന്റെ അടുക്ക വന്നിട്ടില്ല. ഉടമസ്ഥന്റെ അടുക്കൽ നീ വിഷയമായി ചെന്നാൽ പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം എന്നൊരു ബോധ്യമുണ്ടാകട്ടെ. അടി കിട്ടിയപ്പം അമ്മയ്ക്ക് മനസ്സിലായി, ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
അടുത്ത ബാലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോണം കേട്ടോ. എന്നിട്ട് പതുക്കെ അമ്മ എന്ത് ചെയ്തു, അവിടുന്ന് മ്യൂട്ടായി. എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തോണം, അത് ചെയ്യാതിരിക്കരുത്. കാരണം മോൻ ആരാണെന്ന് അറിയുന്നത് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആർക്കും അറിയില്ല. കാര്യം പിടികിട്ടിയുള്ള ആൾക്ക് മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അതിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുക. സ്വതന്ത്രം. അപ്പൊ അമ്മ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തോണം. സ്വതന്ത്രം. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഉടമസ്ഥൻ പറയുന്നത് അനുസരിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. പത്രോസ് അത് കണ്ടിട്ട് പടകിനെയൊക്കെ മാടി വിളിച്ച് അടുത്ത് വന്ന് പടക് മുങ്ങുവാറാകുവോളം നിറച്ചു. ഇനി 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, ആകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ വിട്ടു പോവുക. ശിമോൻ പത്രോസ് ഏത് കണ്ടു? ഈ ദൈവിക പ്രവൃത്തിയെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വീണു. ഇതെങ്ങനെ വീണെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പടക് നിറച്ച് മീനാണ്. മീന്റെ മണ്ടയിൽ ഒരു മനുഷ്യൻ എങ്ങനെ വീഴും എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ അതിന്റെ ആ തിണ്ടുമയൊക്കെ പിടിച്ച് ചെയ്ത് കാണാം. അവനങ്ങ് കിടന്ന് കാണാം. സ്തോത്രം. മീനിന്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ മീനും ഇവനുമായിട്ട് താഴേക്ക് പോകും. അപ്പം ഒരു ബാലൻസ് പിടിച്ച്, കാരണം ഇവൻ ആളുമിടുക്കനാണല്ലോ. സ്തോത്രം. കിടന്നു കാണും. കർത്താവിന്റെ കാൽക്കൽ അവൻ വീണു. അവൻ പറയുന്ന വാക്ക്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത അവനെ ഭരിച്ചത്? അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. യഥാർത്ഥമായ ദൈവപുത്രനാണ് എന്ന്, അധികാരം നടത്തുവാൻ കഴിവുള്ളവനാണെന്ന് വ്യക്തമായ ഒരു വെളിപ്പാട് ആർക്ക് കിട്ടി? പത്രോസിനെ കിട്ടി. കാരണം ഒരു പാപിയെ ശിക്ഷ വിധിപ്പാൻ കഴിവുള്ള, സകലത്തിന്മേലും അധികാരമുള്ള ഒരു ഉടമസ്ഥന്റെ മുൻപിലാണ് താൻ നിൽക്കുന്നതെന്ന് ഒരു ബോധ്യമുണ്ടായി. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ, കർത്താവേ, നീ ഈ സമയത്ത് വന്നത് നന്നായിട്ടോ. എത്ര വേദനയോടുകൂടിയാണ് ഞാന് വല കഴുകിക്കൊണ്ടിരുന്നേ. ഓ, കൃപ എന്നും പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് ഇതിനെ സൂത്രം കാട്ടി വീട്ടിൽ പോയേ. ഇവിടെ അതല്ല ഉണ്ടാകുന്നത്. യഥാർത്ഥമായ മാനസാന്തരം ഹൃദയത്തിനകത്തുണ്ടായപ്പോൾ അവൻ യേശുവിന്റെ പാദത്തിൽ വീണുകൊണ്ട് എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്ന യഥാർത്ഥമായ പാപബോധമുള്ള ഒരു പത്രോസിനെ ഇവിടെ കാണുവാൻ കഴിയോ? ഇന്ന് പകലിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ ഒരു കാര്യം നീ ഓർക്കണം. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഒന്ന് കണ്ടുകൊണ്ട് നീ നിന്നെ തന്നെ ഒന്ന് കാണുവാനിടയാകണം. ഇത് ലഭിപ്പാൻ എനിക്കെന്ത് യോഗ്യത? ഇത് പ്രാപിപ്പാൻ എനിക്കെന്ത് ശ്രേഷ്ഠത? ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിനകത്തൊരു താഴ്മയുടെ അനുഭവം, ഹല്ലേലൂയ, ഒരു വിനയത്തിന്റെ അനുഭവം, ഒരു നന്ദിയുള്ള ഹൃദയം, ഹല്ലേലൂയ, ഉള്ള ഒരു വ്യക്തിത്വമായി മാറും എന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് ഇവിടെ വരച്ചു കാട്ടുകയാ. സ്തോത്ര. കിട്ടിയത് കൊണ്ട് മിടുക്കെന്ന് പറഞ്ഞ് തല നിവർത്തിപ്പിടിച്ച് നെഞ്ചുവിരിക്കുകയല്ല. അവനിപ്പോൾ കർത്താവിന്റെ പാദപീഠത്തിൽ കവിണ് കിടക്കുകയാ. അയ്യോ,
ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടുപോകണോ. അർത്ഥാൽ ഇത് ലഭിപ്പാൻ, ഇത് പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഒരു ബോധ്യത്തോടെ അവൻ ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥമായ മാനസാന്തരം. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചല്ലോ, തിരിഞ്ഞെന്ത് ചെയ്യണം? ശിശുവിനെ പോലെ ഹല്ലേലൂയ മടങ്ങി വരണം. സ്തോത്രം. ആ താഴ്മയുടെ അനുഭവത്തിന് അവൻ ഉടമയായപ്പോൾ അവൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വാക്ക് യേശു ശീമോനോട് 10-ാം വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഒന്നും ആരുടെ കരത്തിൽ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. പത്രോസിന്റെ കരത്തിൽ ഉണ്ടായിരുന്നില്ല. ആ മീൻ എന്ത് ചെയ്തെന്ന് എനിക്കറിയാൻ വയ്യ. അവൻ പറഞ്ഞു കാണും, മക്കളെ നിങ്ങൾ ആര് വേണേ കോരിക്കൊണ്ട് പോക്കോ, ഞാൻ എന്റെ കർത്താവിന്റെ പുറകെ പോകും. അത് പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? ഇരുന്നില്ല. കർത്താവിനെയും കൊണ്ട് വീട്ടിൽ പോയി. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. എന്ത് ചെയ്തു? കർത്താവ് കരം പിടിച്ച് അവളെ സൗഖ്യമാക്കി കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് വചനം പറയുന്നുണ്ട്. അപ്പൊ കല്യാണം കഴിച്ചവനായിരുന്നു ആര്? പത്രോസ്. അപ്പൊ എല്ലാം വിട്ടു പോയി കഴിഞ്ഞാൽ ഈ വീട്ടുകാരി എങ്ങനെ നടക്കും? ഇന്ന് ആളുകളുടെ ചിന്ത അതാണല്ലോ. ഭർത്താവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ വീട്ടുകാരി എങ്ങനെ നടക്കും? സ്തോത്രം. എന്നാൽ കർത്താവിന്റെ പുറകെ നടന്ന് പത്രോസിന്റെ അനുഭവങ്ങളെ നമ്മളൊന്ന് പിന്നീട് ചിന്തിച്ചാൽ അത്ഭുതകരമായി ദൈവം അവന് വഴി നടത്തുന്ന, സ്തോത്രം, കരം കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ വന്നപ്പോ കർത്താവിന് വേണ്ടിയും പത്രോസിന് വേണ്ടിയും കരം കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശില്ലായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിന്റെ വായ്ക്കകത്ത് ഒരു ചതുരഭ്രമയുണ്ടാകും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുത്ത് കാര്യം നടത്താൻ പറഞ്ഞു. സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മെ എങ്ങനെ നടത്താൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവവചനത്തിലൂടെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. അത് നടത്തപ്പെടുന്ന ആ വഴിയിൽ നമ്മൾ നടക്കാൻ തയ്യാറായാൽ മതി. പലപ്പോഴും നമ്മൾ അതിന് തയ്യാറാകാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. ദൈവം നടത്താൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടക്കില്ല. നമ്മളൊരു വഴി അങ്ങ് ഉണ്ടാക്കും, ആ വഴിയിലൂടെ നമ്മൾ അങ്ങ് പോകും. എന്നിട്ട് ജലപ്രം നടത്തിക്കൊണ്ടിരിക്കുക, ഒന്നും നടക്കുന്നില്ല, ഇതുവരെ ഒന്നും നടന്നില്ലെന്നേ. ഉപവാസം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ആരുടെ വഴിയിലാ പോകുന്നേ? സ്വന്തം വഴിയില്. ദൈവം ഒരു വഴി കൂടെ നടത്താൻ പ്ലാൻ ചെയ്തതാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? ചാടി ഇറങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വഴി അങ്ങ് വെട്ടിയങ്ങ് ഉണ്ടാക്കി. അപ്പൊ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ട് വട്ടം കറങ്ങുക. സ്തോത്രം. ദൈവമായി നമ്മളെ നടത്തിയാൽ, നമ്മൾ പാടിയല്ലോ ആ പാട്ടിൽ, കരം പിടിച്ചെന്നെ നടത്തിടുന്നോ നീ. അപ്പൊ കരം പിടിച്ച് നമ്മെ നടത്തണമെങ്കിൽ ആരുടെ വഴി കൂടെ നടക്കണം? ആരാ പിടിച്ചെന്ന് വെച്ച് പിടിച്ചവന്റെ പുറകെ പോകണം. സ്തോത്രം. തിരിച്ച് നമ്മൾ കർത്താവിനെ പിടിച്ചിട്ട് ഞാൻ ഈ വഴി കൂടെ പോകണം, എന്റെ കൂടെ വരാൻ പറഞ്ഞ കർത്താവ് വരില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നേ. ഇപ്പൊ കർത്താവ് കരം പിടിക്കൊന്നും വേണ്ട, ഞാനങ്ങ് പിടിക്കാം, എന്നിട്ട് എന്റെ പുറകെ ചെയ്യേ. സ്തോത്രം. അത് കർത്താവ് കാണില്ല, കുഞ്ഞപ്പം കാണും.
സ്തോത്രം. കർത്താവ് കരം പിടിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ കൂടെ എന്ത് ചെയ്യണം? ഓ സ്തോത്രം. എന്നാൽ ഓ സ്തോത്രം. ആ കൂടെ നടക്കുമ്പോൾ ആമേൻ. ഒരു കുഴിക്കകത്തും നീ അകപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, ഒരു ശത്രുവിന്റെ കരങ്ങളിലും അകപ്പെടാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയം നിനക്കൊണ്ട് കുഞ്ഞേ. ആമേൻ. മാനുഷിക ചിന്തയിൽ ചിന്തിക്കുമ്പം പല ചോദ്യങ്ങളും മുൻപിൽ വരും. അതെങ്ങനെ? പത്രോസിന്റെ മുൻപിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. പട്ടാപ്പകല് പല വീശി കഴിയുമ്പോൾ കിട്ടുമോ? കിട്ടില്ല. അവിടെയാണ് എങ്കിലും നിന്റെ വാക്കിന്, സ്തോത്രം. അവിടെയാണ് ഓ സ്തോത്രം. പറഞ്ഞത് ആരാണെന്നുള്ള ബോധ്യം. അത് ചെറിയൊരു വിശ്വാസമല്ല, അതൊരു ചെറിയൊരു പ്രവൃത്തിയുമല്ല. നമുക്ക് പലപ്പോഴും കർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം. അത് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാ? ചിന്തയാണ് അതിന്റെ കാര്യം. ഇതിനകത്ത് ഈ തലമണ്ടയ്ക്കകത്ത് ഒരു കുഞ്ഞൊരു സാധനമുണ്ട്, ഒരു കൈപ്പിടി കൊള്ളുന്ന ഒരു സാധനം. ആ സാധനത്തിനകത്തിട്ടൊന്ന് വട്ടം കറങ്ങിക്കഴിയുമ്പോൾ ഒരു ചോദ്യം കിട്ടും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു കുത്തും. ആ കുത്തോടു കൂടെ നമ്മുടെ കുത്തു തീർന്നു. ഇതൊന്നും ചിന്തിക്കാതെ ഇവിടെ പത്രോസ് കാര്യം പറയുന്നു. ഒരു രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. സമ്പൂർണമായ സമർപ്പണം, ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു. പക്ഷെ എങ്കിലും നിന്റെ വാക്ക്, അതിന് ഞാൻ വലയിറക്കാം. ഇന്ന സ്ഥലത്ത് വലയിറക്കാൻ പറഞ്ഞില്ല, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാനേ പറഞ്ഞുള്ളൂ. വശം പറഞ്ഞില്ല, ദിക്ക് പറഞ്ഞു കൊടുത്തില്ല, ഇന്ന ദിക്ക് വീശണടാ. ഇഷ്ടം അവൻ്റെതാ, ആഴത്തിലേക്ക് നീക്കണം, വല വീശണം. നിറയ്ക്കാൻ ആര് തയ്യാറാണ്? അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. അനുസരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറായാൽ തന്നെ നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അനുസരിച്ചോ? അനുസരിച്ചു. ആരുടെ ഇഷ്ടത്തിന്? നമ്മുടെ ഇഷ്ടത്തിന്. അതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവ ഇഷ്ടപ്രകാരം സ്തോത്രം ചെയ്യുവാൻ തയ്യാറായാൽ, കർത്താവ് ആ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു, വക്കോളം നിറച്ച് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. കോരിയവരും കൊണ്ടുപോയി കൊടുത്തവരല്ലാതെ ആരും എന്ത് ചെയ്തില്ല. ഇതെവിടെന്നാ കിട്ടിയേ, എന്താണിത്, പച്ചവെള്ളാണെന്നൊന്നും ആർക്കും അറിയില്ല. വിരുന്നുപാടി രുചിച്ച് നോക്കി കഴിയുമ്പോ ഇതുവരെ കൊടുത്തതിലും ഏറ്റവും മണവാളിനെ വിളിക്കുക. മണവാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതുവരെ ഇതെവിടെ വെച്ചിരുന്നതെന്ന്. അവന് തന്നെ അറിയില്ല ഇത് എവിടെ വന്നതെന്ന്. അവൻ വായും പിടിച്ചു എന്ന് കാണും. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. അത് മറ്റുള്ളവരുടെ മുൻപിൽ അതിശയം കൂറുമാറ്, ദൈവനാമം മഹത്വം വെളിപ്പെടുമാറ് തന്റെ പ്രവൃത്തിയെ ചെയ്തെടുപ്പാൻ അവൻ മതിയായവനാണ്. പക്ഷേ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകണം. സ്തോത്രം. ആമേൻ. പ്രൈസ് ജീസസ്. വിശ്വാസത്തില് വർധനവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസത്തിന് വർധനവുണ്ടാകുമ്പോൾ നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ നിരാശയുടെ വാക്കുകളാകരുത്, വിശ്വാസത്തിന്റെ വാക്കുകളാകണം. പിശാച് നിരാശ കൊണ്ടുവന്ന് ഇടാനാണ് അവൻ പദ്ധതി ഒരുക്കുന്നത്. അതിന് പറ്റിയ കുറച്ചു പേര് കൂടെ ഉണ്ടെങ്കിൽ തീർന്നു കച്ചവടം. എടീ, ഇന്നടുത്ത് ഇതുപോലൊരു വിഷയം വന്നിട്ട് അത് കേൾക്കുമ്പോഴേ അല്പം വിശ്വാസം ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യൂ. സ്തോത്രം. അവിടെയാണ് തൻ്റെ ഇടം വേണ്ടത്.
എന്നോട് പറഞ്ഞതാരാണ്? അപ്പാ സ്തോത്രം. ആ പറഞ്ഞവൻ അത് നിവർത്തിച്ചു തരുവാൻ മതിയായവനാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദൈവിക പ്രവൃത്തി കണ്ട സെബദി മക്കളും പത്രോസും കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഇവർ 3 പേരും പ്രത്യേകമായ മറ്റാരും കാണാത്ത പല കാര്യങ്ങളും കണ്ടവരാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇത് ദൈവം കർത്താവായ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ഇവര് കണ്ടിട്ടുള്ളത് പലതും മറ്റ് ശിഷ്യന്മാർ കണ്ടിട്ടില്ല. പ്രത്യേകമായ ഈ 3 എണ്ണത്തിനും തെരഞ്ഞെടുത്ത് തമ്പുരാൻ നിർത്തിയതാണ്. ഒരു പൊട്ടന്മാരെ പോലെ എല്ലാം വിട്ട് അനുഗമിച്ചവരാണ്. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളാകുന്ന നമ്മൾ ഈ വചനങ്ങളോട് ചേർന്നൊന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അനുസരിക്കാൻ കഴിയാതെ ചിന്തകൾ അലയടിച്ച് പലതും വേണ്ടതുപോലെ ചെയ്യാൻ ഇടയാകാത്ത നാളുകൾ ഒന്ന് ഓർത്ത്, കർത്താവിനെ വേദനിപ്പിച്ചതായ നാളുകൾ ഒന്ന് ഓർത്ത് ക്ഷമാപണത്തോടെ അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് അടുത്തു ചെല്ലണം. എന്നിട്ട് അപ്പനോട് പറയണം, വചനം പറയുന്നത് പോലെ നീ മടങ്ങി വന്നാൽ വീണ്ടും കൈക്കൊണ്ട് എന്റെ മുൻപാകെ ഞാൻ നിന്നെ നിർത്തും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അധമമായത് ഉപേക്ഷിക്കണം. പ്രയോജനമില്ലാത്തത് നിന്റെ ആദരത്തിൽ നിന്ന് ഇനി വരരുത്. പ്രയോജനമുള്ളത് മാത്രം നിന്റെ ആദരത്തിൽ നിന്ന് വരുവാൻ ഇടയാകണം. എന്താണ് അതിന്റെ കാരണം? പത്രോസ് പറഞ്ഞതാണ്, എങ്കിലും നിന്റെ വാക്കിന് എന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട നാളുകളുണ്ട്. ഹല്ലേലൂയ. പ്രവൃത്തി വെളിപ്പെടാത്ത നാളുകളുണ്ട്. അതെന്റെ ഇഷ്ടപ്രകാരം നടന്നതുകൊണ്ട് നീ പറഞ്ഞ വാക്കിന്, ഹല്ലേലൂയ, നീ പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് നീക്കി ഞാൻ വലയിറക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. നീ വലയിറക്കാൻ തയ്യാറെങ്കിൽ നിന്നെ നിറയ്ക്കുവാൻ അരുളി ചെയ്തവൻ മതിയായവനാ. ആ ഒരു തിരിച്ചറിവ് നിന്റെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കുഞ്ഞേ നിന്നിൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. നാളുകൾ നീ അധ്വാനിച്ചു, മുക്കും മൂലയും അരിച്ചു പറക്കി. ഒരുപക്ഷെ യാക്കോബും യോഹന്നാനും പറഞ്ഞു കാണും, അച്ഛാ ആ സൈഡിൽ നമുക്ക് പലപ്പോഴും മീൻ കിട്ടിയിട്ടുള്ളതല്ലേ, നമുക്ക് അവിടെ പോയി വീശാം. അവിടെ വീശി ഒരു കുത്തപ്പൊടി കിട്ടിയില്ല. സ്തോത്രം. അപ്പൊ യാക്കോബ് പറഞ്ഞു, ഇല്ല അച്ഛാ, നമുക്ക് ഇപ്പുറത്തൊന്ന് പോയി വീശാം. രാത്രി മുഴുവനും അലഞ്ഞു വലഞ്ഞു. സ്തോത്രം. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാൽ കയറേണ്ടവൻ കയറിയില്ല. പറയേണ്ടതുപോലെ പറയുവാൻ തുടങ്ങിയപ്പോൾ, അനുസരിക്കുവാൻ ഒരു മനസ്സുണ്ടായപ്പോൾ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ. പരാജയത്തിന്റെ പ്രവൃത്തിയെ തിരുത്തി എഴുതിക്കൊണ്ട് വിജയത്തിന്റെ കൊടി ഉയർത്തിയതായ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം. അതാണ് വചനം പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. നീ അനുസരിപ്പാൻ തയ്യാറെങ്കിൽ പറഞ്ഞവൻ പ്രവർത്തിപ്പാൻ മതിയായവനാ. തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ മതിയായവനാ. ഈ വചനങ്ങൾ ഹൃദയത്തിനകത്ത് ഭാഗങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിയായി വെളിപ്പെടട്ടെ. നിന്റെ വാക്ക്, ആ പദമാണ് ഹൃദയത്തിനകത്ത് കയറേണ്ടത്. ദൈവാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ ആ ഇടപെടലിന്റെ മുൻപിൽ, ആ ശബ്ദത്തിന്റെ മുൻപിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം.
പെട്ടെന്ന് കാര്യം പറയരുത്. സ്തോത്രം. നിന്റെ അറിവ് വിളമ്പരുത്. കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കരുത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ പഠിപ്പിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷേ പലതും നമുക്ക് പറയാനുണ്ടാകാം. എന്നാൽ തിരുത്തിയെഴുതുവാൻ കഴിവുള്ളവനാണ് നിന്റെ പടകിൽ കയറിയിരിക്കുന്നത്. ഹല്ലേലൂയ. തിരുത്തിക്കുറിക്കുവാൻ കഴിവുള്ളവനാണ് നിന്റെ പടകിൽ ഇരിക്കുന്നത്. സർവാധികാരിയാ. അപൂർണനല്ല, അവൻ പൂർണ്ണനാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, സ്തോത്രം, സകലർക്കും എന്തുണ്ടായി? സംഭ്രമമുണ്ടായി. ഹല്ലേലൂയ. മിണ്ടാൻ കഴിയാത്ത, ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയ്ക്ക് ഉടമകളായവർ മാറി. എന്താണ് കാരണം? ഇന്നുവരെയും ഹല്ലേലൂയ ഇതുപോലെ ഒരു വലക്കകത്ത് മീൻ കയറിയിട്ടുള്ളത് അവർ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന്റെ മുൻപ് അനുസരിച്ച പത്രോസേ, നിന്റെ പടക് മാത്രമല്ല നിന്റെ കൂടെയുള്ളവരുടെയോ പടകിനെ നിറക്കാൻ മതിയായ ദൈവപ്രവൃത്തി. ഒരു വല വീശിയപ്പോൾ 2 പടക് നിറച്ചെടുക്കാൻ തക്കവണ്ണം. ഇത് എന്തൊരു മീൻ കിട്ടലായത് കിട്ടല്. എങ്ങനെ അവരത് വലിച്ചു കയറ്റിയെന്ന് എനിക്കറിയാൻ വയ്യ. എങ്ങനെ അവര് ഈ വല വലിച്ചു കയറ്റിയെന്നറിയില്ല. പക്ഷെ പടകിനകത്ത് മീൻ നിറച്ചവര്. നമ്മളിത് ചിന്തിച്ചു കഴിഞ്ഞാൽ വാ പൊളിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. അതിനെ നമുക്ക് വ്യാഖ്യാനം കൊടുക്കാനൊന്നും പറ്റില്ല. ദൈവവേദനെ അനുസരണയുള്ള ഒരു ഹൃദയത്തിനുടമകളായി മാറണം. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. നിന്റെ വാക്കിന്റെ മുന്നിൽ ഞാൻ നിൽക്കും. നീ എന്തു പറയുന്നുവോ അത് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ആ തീരുമാനം ഉറച്ചതായിരിക്കണം. അടിയുലയരുത്. അത് വ്യക്തിപരമായ തീരുമാനമാണ്. അവസ്ഥകളെ നോക്കരുത്, സാഹചര്യത്തെ നോക്കരുത്. ഹല്ലേലൂയ. ആരാണ് നിന്നോട് പറഞ്ഞത്? പറഞ്ഞവൻ സർവശക്തനാ. പറഞ്ഞവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാ. അവനത് പറഞ്ഞെങ്കിൽ നിവർത്തിപ്പാൻ മതിയായവനാ. ശൂന്യമായ നിന്റെ പടക് അല്ലെങ്കിൽ അതിന് വ്യതിയാനം വരുത്തുവാൻ, മാറ്റം വരുത്തുവാൻ അവൻ മതിയായവൻ തന്നെ. അവിടെയാണ് നമ്മുടെ ചിന്തകൾ മാറേണ്ടത്, നമ്മുടെ സംസാരം മാറേണ്ടത്. നട്ടത് ദൈവമെങ്കിൽ സ്തോത്ര, അത് വളർത്തുവാൻ അവൻ മതിയായവനാണ്. സ്തോത്ര. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിന്റെ അർത്ഥം ഒരു ശക്തിക്കും സഭയെ തകർക്കുവാൻ കഴിയില്ല. പണിയുന്ന ഉടമസ്ഥൻ അവൻ സർവാധികാരിയാ. സ്തോത്രം. ഈ ദേശത്തുള്ള ദൈവജനത്തെ, ദൈവം കണ്ടിരിക്കുന്ന ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടുവാൻ കഴിവുള്ള, ഒരു വലക്കകത്ത് കയറ്റുവാൻ കഴിവുള്ള ഒരു ഉടമസ്ഥൻ. ആ തടാകത്തിനകത്ത് എവിടെയെല്ലാമാണ് മീൻ കിടക്കുന്നത് പത്രോസ് ഓടിച്ചിട്ട് പിടിക്കുകയല്ല ചെയ്തേ. അവൻ വീശിയപ്പോൾ അതിനകത്ത് വന്ന് കയറിയെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരോ ഈ ദേശത്ത് ചലിക്കുമ്പോ ചിലതിനെ അകത്ത് കയറ്റുവാൻ, ചിലതിനെ ചേർത്ത് നിർത്തുവാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം.
നാഥാ, നാളുകൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ സ്റ്റെപ്പുകൾ വെക്കുകയാണ്. നിന്റെ വാക്കിന് ഞാൻ മുൻപോട്ട് പോകുകയാണ്. പ്രവർത്തിപ്പാൻ മതിയായവൻ പടകിലുണ്ട്. പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. അവൻ തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത് നിശ്ചയമാ. അത് നിശ്ചയമാ. അതിനായൊരുങ്ങ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കട്ടെ. കന്യകളുടെ പിതാവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. നിന്റെ വാക്ക് കേട്ടനുസരിപ്പാൻ ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം. അനുസരിച്ചാൽ പ്രവർത്തിപ്പാൻ മതിയായ ദൈവപ്രവൃത്തി ഞങ്ങൾ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് മതിയായവനാണല്ലോ. പത്രോസിനെ പോലെ ഒരു പോഷനായി ചിലത് ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ആ തടാകത്തെ കുറിച്ചുള്ള അറിവ് അവനുണ്ട്. ഈ ദേശത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്കുണ്ട്. എന്നാൽ അതിന് പരിമിതിയുണ്ട്. എന്നാൽ ഈ ദേശത്ത് എവിടെയെല്ലാം ദൈവജനമുണ്ടെന്ന്, നിത്യതയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നവരുണ്ടെന്ന് അറിയുന്ന ഉടമസ്ഥനെ അങ്ങയുടെ വാക്കിന് മുൻപോട്ട് ഗമിപ്പാൻ കൃപ നൽകണം. ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തും. കേൾവിക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കും. പ്രവൃത്തിയുടെ അളവറ്റ വലിപ്പം കാണുവാൻ കൃപ നൽകും. മഹത്വം അങ്ങ് എടുക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.